ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ശ്രീകാന്ത് വർഷയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. വർഷയാണെങ്കിൽ തിരികെ വീട്ടിലേക്ക് വരുന്നില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷേ ശ്രീകാന്ത് പോകണ്ട എന്നുള്ള കാര്യം വർഷ പറയുന്നില്ല കേട്ടോ. പോകുന്നതിന് മുമ്പായിട്ട് മഹിമയുടെ അടുത്തും അതുപോലെ തന്നെ മധുസൂദന്റെ അടുത്തും യാത്ര പറഞ്ഞിട്ടാണ് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. പക്ഷേ മധുസൂദനാണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ മേലെ കുറ്റങ്ങളൊക്കെ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്തിന് ദേഷ്യം വരികയും രേവതി ചേച്ചിയെ കള്ളി എന്നുള്ള കാര്യം പറഞ്ഞിട്ട് നിങ്ങളാണ് ആദ്യം പ്രശ്നം ഉണ്ടാക്കിയത്, മറ്റുള്ളവരുടെ മേലെ പ്രശ്നം പഴിയിടുന്നതിന് മുമ്പ് സ്വന്തം തെറ്റ് മനസ്സിലാക്കണം ആദ്യം എന്ന് പറഞ്ഞിട്ട് കല്ല് തുടിയിട്ടാട്ടോ ശ്രീകാന്ത് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. ഈ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. കഴിഞ്ഞ ശേഷം മധുസൂദനൻ പറയുന്നുണ്ട് കേട്ടോ, അവൻ സംസാരിച്ചിട്ട് പോയത് നീ കണ്ടില്ലേ? അവൻ എന്തോ ദേഷ്യത്തിൽ സംസാരിച്ചിട്ട് പോവാണ്. കണ്ടെടുത്തോളം അവൻ നല്ല പയ്യനാണ്, വർഷയ്ക്ക് ചേർന്നവൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ വീട്ടിലെ മകനായിട്ട് അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് വിചാരിച്ച് അതിനു വേണ്ടിയിട്ട് സച്ചിയെ പിരികേറ്റി വിടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പ്ലാൻ ഞാൻ ചെയ്തു, അതെല്ലാം പാളിപ്പോയി. എന്നാ അവസാനം ഏട്ടൻ ചെയ്തതാണ് നമുക്ക് അനുകൂലമായിട്ട് വന്നത്. ഞാൻ അടി വാങ്ങിയത് നിനക്ക് സന്തോഷമായോ എന്നുള്ള കാര്യം മധുസൂദനൻ ചോദിക്കുമ്പോൾ അതല്ലേ ഏട്ടാ, ശ്രീകാന്തിനെ വീട്ടിൽ കൊണ്ടു നിർത്താൻ കിട്ടിയ നല്ലൊരു ചാൻസ് ആണ്. എടി, അവൻ നീ പറഞ്ഞതുപോലെ തന്നെ വർഷയ്ക്ക് പറ്റിയ പയ്യൻ തന്നെ ആയിരിക്കും. അവനെ നിരന്തരമായിട്ട് ആ വീട്ടിൽ നിന്ന് പിരിച്ചിട്ട് ഈ വീട്ടിൽ തങ്ങാൻ വെക്കണം. അതാണ് ആ രവിക്ക് ഞാൻ കൊടുക്കുന്ന ശിക്ഷ. തുടർന്ന് ചന്ദ്രമതിയാണ് കേട്ടോ കാണിക്കുന്നത്. കരിതുള്ളി ഇങ്ങനെ കാലിന്റെ മേലൊക്കെ കയറ്റി ഇങ്ങനെ വെച്ച് ഇരിക്കുവാണ്. അരികിലേക്ക് രവി ചെല്ലുന്നുണ്ട് കേട്ടോ. നീ എന്താ ചന്ദ്ര ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ശ്രീകാന്ത് മൊത്തമായിട്ടും അവരുടെ വീട്ടിലെ പയ്യനാവോ എന്നുള്ള കാര്യം എനിക്ക് പേടിയുണ്ട്. അവൻ പോയിട്ട് ഒരു ദിവസം പോലും ആയിട്ടില്ല. അതിനു മുമ്പ് നീ എന്തിനാ ചന്ദ്ര ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്? അവൻ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ അങ്ങോട്ട് പോയത്? കല്യാണമായിട്ട് തനിയെ നിന്നവനെ കഷ്ടപ്പെട്ട് സംസാരിച്ചിട്ട് കൂട്ടിക്കൊണ്ടു വന്നതാണ്. അവനിപ്പോ മൊത്തത്തിൽ വീട് വിട്ടു പോയി. കല്യാണം കഴിഞ്ഞിട്ട് അവൻ അവളുടെ വീട്ടിലേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എന്തായാലും അവൻ തിരികെ വരും. ചുമ്മാ നീ അതിനെക്കുറിച്ച് തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കണ്ട. അപ്പോഴാണ് സച്ചി രേവതിയും കൂടി അങ്ങോട്ട് വരുന്നത് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടുത്തെ ഓരോരോ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടാണ് സച്ചി രേവതിയും കൂട്ടിയിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് കയറി വരുന്നത് കേട്ടോ. അവരുടെ വരവ് കാണുമ്പോഴേക്കും ചന്ദ്രമതി ആണെങ്കിൽ നിക്കട അവിടെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ നിർത്തുവാണേ. എന്തിനാടാ ഇങ്ങോട്ട് വന്നത്? ചന്ദ്രമതിയുടെ സംസാരം കേൾക്കുമ്പോൾ പുറത്തേക്ക് നോക്കുകയാണ് കേട്ടോ സച്ചി. ആര്? നമ്മളെ വീട്ടിലേക്കല്ലേ വന്നത്? ആരുടെ വീട്? ഇത് എന്റെ വീടാണ്. രണ്ടുപേരും ഉള്ളിലേക്ക് വരരുത്, അങ്ങനെ തന്നെ പോ. അപ്പോഴേക്കും ഇവരുടെ സംസാരം കേട്ട് ശ്രുതിയും അങ്ങോട്ട് വരുന്നുണ്ട്. ചന്ദ്രേ, അവരുടെ അടുത്ത് എവിടെ പോവാനാ നീ പറയുന്നത്? എവിടെ വേണമെങ്കിലും പോട്ടെ, അവർ രണ്ടുപേരും ഈ വീട്ടിൽ കാലെടുത്ത് വെക്കാൻ പാടില്ല. എന്താ, തറ എന്തെങ്കിലും തുടച്ചിട്ടുണ്ടോന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. തണുപ്പുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉണങ്ങിയതിന് ശേഷം ഞാൻ വരാമെന്ന് സച്ചി. അങ്ങനെ സച്ചി കോമഡി അടിക്കുകയാണല്ലോ. ഇത് കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, അമ്മ ദേഷ്യത്തിലാണ് സച്ചിയേട്ടാ ഉള്ളത്. ഓ, ദേഷ്യത്തിലാണോ? ശരി അച്ഛാ, എന്താ ഇപ്പൊ ഞങ്ങൾ വരരുതെന്നുള്ള കാര്യം പറഞ്ഞത്? അവൾ എന്തെങ്കിലുമൊക്കെ പറയും, നീ പോയിട്ട് നിന്റെ പണി നോക്ക്. ഞാൻ അവരുടെ അടുത്ത് വരണ്ടെന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? ഇവൻ കാരണമാണ് എന്റെ മകൻ ഈ വീട് വിട്ടു പോയത്. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇവർ രണ്ടുപേരും വീട്ടിലേക്ക് വന്നിട്ട് സന്തോഷമായിട്ടിരിക്കോ? ഇവരിങ്ങോട്ട് വരാൻ പാടില്ല. അങ്ങനെ ഈ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇന്ന് ആന്റി രണ്ടുപേരെയും പുറത്താക്കുന്നുള്ള കാര്യമാണല്ലോ തോന്നുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. അമ്മ ഇതുവരെ ഇങ്ങനെ ദേഷ്യപ്പെട്ടത് കണ്ടില്ലെന്ന് ശ്രുതി. തുടർന്ന് രേവതി ചോദിക്കുന്നുണ്ട്, അമ്മേ, ഞങ്ങൾ എന്താ വരരുതെന്നുള്ള കാര്യം പറഞ്ഞത്? എന്താടി ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുന്നത്? പാവം പോലെ മുഖം വെച്ചിട്ട് പാവത്തെ പോലെ മറ്റുള്ളവരുടെ അടുത്ത് നടിച്ചാൽ മതി. എന്റെ അടുത്ത് ഇറക്കാൻ നിൽക്കണ്ട. എനിക്ക് നിന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാം. അവൻ പ്രശ്നം ഉണ്ടാക്കരുത്, അത് നിന്റെ ഉത്തരവാദിത്തം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതല്ലേ. എന്താ അമ്മേ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? ഞാനെന്തോ സച്ചേട്ടന്റെ അടുത്ത് തൂണ്ടിവിട്ട് അവരെ അടിക്കാൻ വേണ്ടി പറഞ്ഞതുപോലെ ഉണ്ടല്ലോ. ഇതിലെന്താ സംശയം? വർഷ ഇവിടെ വന്നത് മുതലേ നിനക്കത് ഇഷ്ടമായില്ല. അവളെ ഈ വീട് വിട്ട് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഞാൻ എന്തിനാ വർഷ എവിടുന്ന് പോണെന്ന് വിചാരിക്കുന്നത്? ഞാനാണ് അവരെ കൂട്ടിക്കൊണ്ട് വന്നതെന്നുള്ള കാര്യം പറയുമ്പോൾ ചന്ദ്രമതി ഒന്ന് താഴുന്നുണ്ട്. നിനക്ക് തനിയെ ഈ വീട്ടിൽ ആടണം, അതല്ലേ നിനക്ക് വേണ്ടത്? പിന്നെ ആടാൻ പറ്റിയൊരു സ്ഥലം എന്ന് സച്ചി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ ആ രേവതി പോവാ എന്ന് പറയുമ്പോഴേക്കും വീണ്ടും തടഞ്ഞു നിർത്താണേ ചന്ദ്ര. ഉള്ളു പോരുതെന്നല്ലേ ഞാൻ പറയുന്നതെന്ന് ചന്ദ്ര ചോദിക്കുമ്പോ രവി, എന്തിനാ ചന്ദ്രേ നീ അവരെ ഇവിടെ നിർത്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? പിന്നെ അല്ലാതെ ഇവര് ചെയ്ത പണിക്ക് ഞാൻ ഇവരെ ആരുടെ എടുത്ത് കയറ്റണം? നിങ്ങൾ ഇവന്റെ അടുത്ത് ഒരു വാക്കെങ്കിലും ചോദിച്ചോന്ന് ചോദിക്കുമ്പോ അവിടെ മണ്ഡപത്തിൽ വെച്ച് തന്നെ ഞാൻ അവനെ ചീത്ത പറഞ്ഞതല്ലേ. ചീത്ത വിളിച്ച എല്ലാം കഴിയും. വർഷയുടെ അച്ഛനെ പ്രായം പോലും നോക്കാതെ ഇവൻ കൈനീട്ടി അടിച്ചു. വർഷയാണെന്നുണ്ടെങ്കിൽ ശ്രുതിക്ക് ചടങ്ങ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞപ്പോ ഒരു തടസ്സവും പറയാതെ അവര് ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ വേണ്ടിട്ട് അവർക്ക് എത്ര വലിയ മനസ്സ് വേണം? അത്ര വലിയ സ്റ്റേഡിയത്തിന്റെ അത്രയും വലുപ്പായിരിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചി കളിയാക്കിയിട്ട്. വായ മൂടറ, ഒരു വലിയ മനുഷ്യനെ കൈനീട്ടി അടിക്കാൻ വേണ്ടിട്ട് നിനക്ക് നാണോ ഇല്ലെന്ന് ചോദിക്കുകയാണ്. ഒരു ചെറിയ പയ്യന്റെ കയ്യിൽ നിന്ന് അടി കിട്ടാൻ മാത്രമുള്ള രീതിയിൽ അയാൾ നടന്നില്ലേ? അയാൾക്ക് നാണോ ഇല്ലെന്ന് നിങ്ങൾ പോയി ചോദിക്കാൻ പറയാണ് സച്ചി.
വയസ്സിന് പറ്റിയ രീതിയിലാണ് അയാൾ നടന്നത്. അപ്പോഴേക്ക് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പ്രശ്നം വലുതാക്കണല്ലോ. സച്ചി അവര് വേണമെന്ന് വെച്ച് അങ്ങനെ പറഞ്ഞതല്ലോ. ആ സമയത്ത് രേവതിയുടെ കയ്യില് ചെയിൻ ഉണ്ടെന്ന കാര്യം കണ്ടപ്പോ അവര് പറഞ്ഞു, അത്രേ ഉള്ളൂ. കയ്യില് ചെയിൻ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ കള്ളിന്ന് വിളിക്കോ? ഇവളെന്താ ലോക്കർ എന്നിട്ട് ഉടച്ചെടുത്തതാണോ? അറിയാതെ മാലയിലുണ്ടായിരുന്നതാണ്. എന്താ ഏതാന്ന് ചോദിക്കാണ്ട് അവൻ അവന്റെ ഇഷ്ടത്തിന് സംസാരിക്കും. അത് കണ്ടിട്ട് ഞാൻ ചുമ്മാ ഇരിക്കണോ എന്ന് കരുതിയിട്ട് നീ കൈ നീട്ടോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ചന്ദ്ര. വയസ്സിന് മര്യാദ കൊടുക്കണം. എത്ര പേര് വിട്ട മനുഷ്യനാണെന്നൊക്കെ ചോദിക്കുമ്പോ എത്ര വലിയ മനുഷ്യനാണ്? എന്താ അയാള് എന്റെ അച്ഛനേക്കാളും വലിയ ആളാണോ? എന്റെ അച്ഛന്റെ മുമ്പിൽ അയാളൊന്നും ഒന്നുമല്ല. കെട്ടായിട്ട് പണം വെച്ചിരിക്കുന്നവരൊന്നും വലിയ മനുഷ്യനല്ല. എന്റെ അച്ഛനെ പോലെ എല്ലാവരും നന്നായിട്ട് ഇരിക്കണമെന്ന് മനസ്സ് വെച്ചിരിക്കുന്ന ആളാണ് ശരിക്കുള്ള വലിയ മനുഷ്യൻ. അപ്പോഴേക്കും ശ്രുതി, എന്താടാ ഒരു തെറ്റ് ചെയ്തിട്ട് നീ ന്യായീകരണം പറയാണ്? നിനക്ക് അവരോട് ആരംഭത്തിലെ ദേഷ്യം ഉണ്ടായിരുന്നു. ചാൻസ് കിട്ടിയ ഉടനെ തന്നെ അടി. എടാ പഠിച്ച ക്രിമിനലെ, നിന്നെ പോലെ ഒന്നും ചിന്തിക്കാൻ എനിക്കറിയില്ല. മനസ്സിനുള്ളിൽ വെച്ചിട്ട് മറ്റുള്ളവരെ പഴി വാങ്ങി ചാരാനും അറിയില്ല. അപ്പോഴേക്ക് രവി രണ്ടുപേരും ഇങ്ങോട്ട് വായെന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങോട്ട് ഉള്ളോട്ട് കയറ്റുവാണ്. അങ്ങനെ രവി ചോദിക്കുന്നുണ്ട് സച്ചിന്റെ അടുത്ത്, അയാൾ എങ്ങനത്തെ ആള് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ നീ എന്തിനാ അയാളെ കൈനീട്ടി അടിച്ചത്? അച്ഛാ, ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവരുതെന്നുള്ള കാര്യം വിചാരിച്ചിട്ട് പോയത് മുതൽ ഞാൻ സൈലന്റ് ആയിട്ടാണ് നിന്നത്. വേണമെങ്കിൽ രേവതിന്റെ അടുത്ത് ചോദിക്കാൻ പറയണേ. ശരിയാണ് അച്ഛാ, അവര് ആരടുത്തും സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല, മിണ്ടാതിരിക്കുക ചെയ്തത്. കേട്ടില്ലേ അച്ഛാ? ആരടുത്തും ഞാൻ ഒരു വാക്ക് പോലും അച്ഛൻ സംസാരിച്ചിട്ടില്ല. പക്ഷെ അയാള് കുറച്ച് ഓവറായിട്ട് സംസാരിച്ചു. ഞാനും കുറെ പുറത്ത് പോയതാണ്. പക്ഷെ രേവതിയെ നോക്കിയിട്ട് അയാൾ എന്തൊക്കെയാ പറഞ്ഞത്? കണ്ടവനൊക്കെ എന്റെ ഭാര്യയെ കുറിച്ചിട്ട് പറയുന്ന കേട്ട ഞാൻ നോക്കി നിൽക്കണോ? അവള് അധ്വാനിച്ച് സമ്പാദിക്കുന്നവളാണ്. പൂക്കും വിൽക്കുമ്പോ പോലും ന്യായമായ വിലയ്ക്ക് മാത്രമാണ് അവള് വിറ്റത്. ആരടുത്തും ₹1 കൂടുതൽ പോലും ഇതുവരെ വാങ്ങിയിട്ടില്ല. അവളെ കള്ളി എന്നുള്ള കാര്യം വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ദേഷ്യം വരില്ല. 1000 പറയട്ടെ, പക്ഷെ അയാൾ വലിയൊരു മനുഷ്യനാണെന്നുള്ള കാര്യം വീണ്ടും ചന്ദ്രവതി പറയുമ്പോ ചുമ്മാ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കല്ലേ. അയാളുടെ പെണ്ണ് ഇവിടുത്തെ 2ാമത്തെ ഓട്ടക്കാരന്റെ കൂടെ പോയിട്ട് കല്യാണം കഴിച്ചതാണ്. അച്ഛനെ സ്റ്റേഷനിൽ വരെ കൊണ്ട് നിർത്തി. എന്നാ അതെല്ലാം മറന്നിട്ട് അച്ഛൻ അവരെ വീട്ടിൽ കയറ്റിയില്ലേ? ഇവരാണ് വലിയ മനുഷ്യൻ. സല്യൂട്ട് അടിക്കണം. അയാളൊന്നും അത്ര വലിയ മനുഷ്യനൊന്നും അല്ല. പണത്തിന്റെ അഹങ്കാരം പിടിച്ചവൻ. വെറും അടിച്ചിട്ട് വിട്ടു എന്നുള്ള കാര്യം ഓർത്ത് നിങ്ങൾ സന്തോഷിച്ചു. തെറ്റ് അവരുടെ മേലെ തന്നെ ഇരിക്കട്ടെ. കള്ളി എന്നുള്ള കാര്യം വിളിക്കുമ്പോഴേക്കും നിന്റെ ഭാര്യ എന്താ അലിഞ്ഞു പോവോ? ഇത് നല്ല കഥയാണല്ലോ. ഈ വീട്ടിനുള്ളിൽ തന്നെ പണം മോഷ്ടിച്ചോടിയവനുണ്ട്. വീട്ടിലറിയാതെ പേരും കടയും ഒക്കെ മാറ്റുന്നവരുണ്ട്. എല്ലാ പണിയും കള്ളത്തരം ചെയ്യുന്നവര്. അവരെല്ലാം വിട്ടിട്ട് എന്റെ ഭാര്യയെ കള്ളി എന്നുള്ള കാര്യം പറഞ്ഞ് ഞാൻ ചുമ്മാ ഇരിക്കണം? നടന്നത് എന്തായാലും നടന്നു. ഇനിയിപ്പോ നമുക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റാന്ന് രവി ചോദിക്കുകയാണ്. ഇനി ഇവർ രണ്ടുപേർക്കും ഇവിടെ ഇടോ ഇല്ല എന്നുള്ള കാര്യമാണ് ചന്ദ്രമതി. പുറത്തു പോവാൻ വേണ്ടി പറ. ഇവരെന്തിനു പുറത്തു പോകണം? ഇവൻ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ഇവിടെ വീട്ടിൽ ഒന്നെങ്കിൽ ഇവരുണ്ടാവണോ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാവണം. അങ്ങനെ ഭയങ്കര കഠിനമായ തീരുമാനമൊക്കെ എടുത്ത് നിൽക്കുവാണ് ചന്ദ്രമതി. ഒന്നെങ്കിൽ സച്ചി അല്ലെങ്കിൽ ചന്ദ്രമതി, ഏതെങ്കിലും ഒരാൾ മാത്രമേ വീട്ടിൽ നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള തീരുമാനത്തിൽ നിൽക്കുന്ന ചന്ദ്രമതിയെ പൊള്ളിച്ചടക്കുന്ന രീതിയിലാണ് കേട്ടോ നമ്മുടെ സച്ചി പറയുന്നത്. അത്രയ്ക്കായോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അച്ഛാ ഞാൻ തന്നെ ഇവിടെ നിന്നോളാം, അവരെടുത്ത് എന്താന്ന് വെച്ചാൽ ചിന്തിച്ചോളാൻ വേണ്ടി പറ. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് അടി കൊണ്ട പോലെയാണ്. എടാ നീ ഒന്ന് ചുമ്മാതിരിക്കടാ എന്നുള്ള കാര്യം രവി സച്ചിയുടെ അടുത്ത് പറയണേ. ചന്ദ്രേ, ഇപ്പൊ നിന്റെ പ്രശ്നം എന്താ? ഇവര് രണ്ടുപേരും ഇവിടെ ഈ വീട്ടിലുള്ളിടത്തോളം കാലം ശ്രീകാന്തും വർഷയും ഇങ്ങോട്ട് വരില്ല. അവരെടുത്ത് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞ് ആരെ ഇൻവിറ്റേഷൻ അടിച്ചെന്ന് സച്ചി. അറ്റികൾ അവിടെ തന്നെ നിൽക്കട്ടെ. ഇവർ രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് കഴിഞ്ഞാല് നമുക്ക് വീട്ടിന് സമാധാനം ഉണ്ടാവില്ല. ഇവിടെയുള്ള ഓരോരുത്തരും പുറത്തു പോകേണ്ടി വരും. അവരോട് പോവാൻ വേണ്ടി പറ. ഇപ്പൊ ഞങ്ങൾ പോണം, അത്രയല്ലേ ഉള്ളൂ എന്ന് സച്ചി. അതെ എന്ന് വലിയ കാര്യത്തിൽ ചന്ദ്രമതി. ശരി അച്ഛാ, അമ്മ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. രേവതി, നീ പോയിട്ട് ഡ്രസ്സ് എടുത്ത് വെക്കും. അപ്പൊ എന്തോ വലിയ കാര്യം സാധിച്ചല്ലോ ചന്ദ്രമതി. ആ ഒരു ഭാവത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതേസമയം ശ്രുതിയും അതുപോലെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഹാവു ഇവർ രണ്ടുപേരും പോലോ എന്നുള്ള ആശ്വാസ ഭാവത്തിലിരിക്കുവാണ്. രേവതി ആണെങ്കിൽ ശരിക്കും വിചാരിക്കുന്നുണ്ട് എന്തായാലും ഇപ്പൊ പോകേണ്ടി വരുമെന്ന്. എടാ നീ എന്താടാ പറയുന്നതെന്ന് രവി ചോദിക്കുമ്പോ അതേ അച്ഛാ പോവാൻ വേണ്ടി പറഞ്ഞില്ലേ. രേവതി, നീ എന്താ നോക്കി നിൽക്കുന്നത്? പോയിട്ടെല്ലാം എടുത്തു വെക്ക്. എന്താടാ നീ ഇങ്ങനെ എടുത്തു ചാടുന്നെന്നുള്ള കാര്യം രവി ചോദിക്കും. അച്ഛാ ഞാൻ നന്നായിട്ട് ചിന്തിച്ചിട്ട് തന്നെയാണ് തീരുമാനം എടുത്തത്. അച്ഛനും വാ, നമുക്ക് ഒരുമിച്ച് പോകാം. അപ്പോഴേക്കും ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ ഇരുന്നിടത്ത് പെട്ടെന്ന് അങ്ങ് എണീക്കുകയാണ് കേട്ടോ. എന്താ അച്ഛാ ഡ്രസ്സ് പോലും എടുക്കണ്ടേ? വേണ്ട, വിട്ടേക്ക്, നമുക്ക് കടയിൽ നിന്ന് മേടിക്കാം. ആ അച്ഛാ പോവാം, വാ വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എടാ എന്തിനാടാ അവരെ നീ കൂട്ടി പോകുന്നതെന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോൾ അച്ഛനെ ഇവിടെ വിട്ടിട്ട് ഞാൻ തനിയെ എങ്ങോട്ടും പോവില്ല, അച്ഛനെയും കൂട്ടിയിട്ടേ ഞാൻ പോവുള്ളൂ. എടാ എന്താടാ ഇതെന്നൊക്കെ രവി ചോദിക്കുമ്പോൾ അച്ഛാ വാ അച്ഛാ, നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് സുഖമായിട്ട് ജീവിക്കാം. അച്ഛാ അച്ഛനാണെന്നുണ്ടെങ്കിൽ 30 വർഷം ഇവരുടെ കൂടെ ജീവിച്ചിട്ട് ശിക്ഷ അനുഭവിച്ചു. ഇനിയെങ്കിലും അച്ഛന് സന്തോഷമായിട്ടിരിക്കും. വാ അച്ഛാ പോവാ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് എണീപ്പിക്കുകയാണ് കേട്ടോ രവിയെ. പിടിച്ചുകൊണ്ടുപോകുന്ന രവിയെ എടാ അവരെ വിടടാ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ചന്ദ്രമതി കൈ പിടിപ്പിക്കുകയാണ് കേട്ടോ. കണ്ടില്ല അച്ഛാ, അച്ഛൻ സന്തോഷമായിട്ടിരിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. എടാ നീ ഒന്ന് മിണ്ടാതിരിക്കടാ, ഇവൻ എന്ത് വർത്താനാണ് പറയുന്നത്? അവനോട് പോകാൻ വേണ്ടി പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ അവൻ വിളിക്കുന്നത്? അപ്പോഴേക്കും നമ്മുടെ രവിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതിയുടെ കൈ അങ്ങ് തട്ടി മാറ്റിയിട്ട് അവൻ എന്നെ വിളിക്കുന്നുണ്ടല്ലോ, വേറെ എന്ത് ചെയ്യാനാ, വാ സച്ചി നമുക്ക് പോയെന്ന് പറഞ്ഞിട്ട് രവി അങ്ങ് ഇറങ്ങാൻ വേണ്ടി പോവാണേ. നിങ്ങൾ എന്തിനാ അവന്റെ കൂടെ പോകുന്നത്? സുധി അതുപോലെ തന്നെ ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തിനാ പോകുന്നത്? നിന്റെ അമ്മ ഒരിക്കലും സച്ചിയെ സ്വന്തം മകനായിട്ട് കണ്ടിട്ടില്ല.
ഒരു ദിവസം 10 തവണയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മകൻ നിങ്ങളുടെ മകൻ എന്നുള്ള കാര്യം പറയും. എന്റെ മകൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോയല്ലേ പറ്റുള്ളൂ. രേവതി, സച്ചി പറഞ്ഞതുപോലെ തന്നെ ഡ്രസ്സൊക്കെ എടുത്തു വെക്കി, നമുക്ക് പോവാം. നിങ്ങൾ അവനെ വിശ്വസിച്ചിട്ട് എങ്ങോട്ടാ പോകുന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോ, ചന്ദ്രൻ, എന്റെ മകനെ വിശ്വസിച്ച് ഞാൻ കടലിൽ വരെ ചാടും. കാരണം അവൻ എന്നെ കര ചേർക്കും. അവനില്ലാത്ത വീട്ടിൽ ഞാൻ എന്തിനാ ഇരിക്കുന്നത്? എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യണോ നിങ്ങളെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ, വെയിലും ചെയ്യുന്നില്ല ട്രെയിനും ചെയ്യുന്നില്ല. 50 ആടുകളെ മേച്ചിട്ട് പോകുമ്പോൾ ഒരാട് പോലും അതിന്ന് പോവാതെ നോക്കുന്നവരാണ് ശരിയായിട്ടുള്ള ആട് മേച്ചിലുകാരൻ. നമുക്കുള്ളത് 3 മക്കളാണ്. അതില് എല്ലാവരും ഒന്നായിട്ടിരിക്കണം. അവൻ മാത്രം പുറത്തു പോകണമെന്ന് വെച്ചാൽ എവിടെ എല്ലാവരും ഒന്നായിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്. ശ്രീകാന്ത് പോയില്ലേ? ചന്ദ്രൻ, അവനെ കുറിച്ച് എനിക്കറിയാം. നമ്മളെ വിട്ടിട്ട് അവൻ ഒരിക്കലും നിൽക്കാൻ വേണ്ടി പറ്റില്ല. ഉറപ്പായിട്ടും വരും, എനിക്ക് വിശ്വാസമുണ്ട്. ഇപ്പൊ നീ സച്ചിയെ പുറത്തു പോകണമെന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും കൂടെ പോവും. ഇപ്പോ ഞാനിവിടെ നിൽക്കണോ വേണ്ടയോ? ഇത് കേൾക്കുമ്പോ ഷോക്ക് അടിച്ച പോലെ നിൽക്കുവാണ് ചന്ദ്രമതി. ഒന്നും പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. സച്ചിയോട് കളിച്ചു കഴിഞ്ഞാൽ കളി തിരിച്ച് പഠിപ്പിക്കുന്നുള്ള കാര്യം ചന്ദ്രമതിക്ക് ഏകദേശം മനസ്സിലായിട്ടോ. എന്നാൽ ഈ വീട്ടില് എന്റെ വാക്കിന് വിലയുണ്ടായത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് പോവാണ്. രേവതി അവനെ കൂട്ടിക്കൊണ്ട് പോയെന്ന് പറയുമ്പോൾ സച്ചേട്ടൻ വാ എന്ന് പറഞ്ഞിട്ട് രേവതി കൂട്ടിക്കൊണ്ട് പോവാണ്. രവിയും ആ ഒരു വഴിക്ക് പോകുന്നുണ്ട്. അവരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ശ്രുതി ചോദിക്കുന്നുണ്ട്, അപ്പോ ഇവര് പോകുന്നില്ലേ പുറത്ത്? അവരെന്തൊക്കെയോ സംസാരിച്ചിട്ട് ടാക്കിൾ ചെയ്തില്ലേ, അത് വിടെന്ന് പറഞ്ഞിട്ട് ശ്രുതി പോവാണ്. തുടർന്ന് ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ പതിവ് പോലെ തന്നെ റെസ്റ്റോറന്റിലേക്ക് വരുന്നുണ്ട്. കണ്ടോടെ തന്നെ പുറത്തുനിന്ന് ഒരു സ്റ്റാഫ് ചോദിക്കുന്നുണ്ട്, അല്ല ശ്രീകാന്തെ, ഇന്ന് താലി പിരിച്ചു കോർക്കൽ ഫംഗ്ഷൻ അല്ലേ, അതൊക്കെ കഴിഞ്ഞോ? 2 ദിവസം ഭാര്യയുടെ കൂടെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് ലീവൊക്കെ പറഞ്ഞിട്ട് പോയതല്ലേ, എന്നിട്ട് നീ എന്താ പെട്ടെന്ന് വന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഫംഗ്ഷൻ നടന്നില്ലേ എന്നുള്ള കാര്യം കൂടി ചോദിക്കുമ്പോൾ, ഫംഗ്ഷൻ ഒഴികെ ബാക്കിയെല്ലാം നടന്നു, ഞാൻ പോയിട്ട് ജോലിക്ക് കയറട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ഉള്ളിലേക്ക് കയറി പോവാണേ. ഉള്ളിന്ന് വേറൊരു ഫ്രണ്ട് കാണുന്നുണ്ട്. അല്ല ശ്രീകാന്തെ, എന്താ സോറിടാ, ഫംഗ്ഷൻ വരാൻ വേണ്ടി പറ്റിയില്ല എന്ന് പറയാണ് കേട്ടോ. നീ എന്താ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോകുന്നത്? അതെന്താടാ, ഞാൻ ജോലിക്ക് വന്നാൽ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണേ. താലി പിരിച്ചു പോകുന്നതിന് പകരം നിന്നെ തന്നെ പിരിച്ചു വിട്ടോ എന്ന് ചോദിക്കുകയാണേ. നീ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല എന്ന് പറയുമ്പോ, അതാണ് നല്ലത്, ഇങ്ങനെ തന്നെ നിന്നാ മതി. അതെന്താ നീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോ, നിന്റെ നല്ലതിനാടാ ഞാൻ പറഞ്ഞത്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഉള്ള സമാധാനം കൂടി പോകും. എന്താണ് നിനക്ക് പറ്റിയത്? ഇന്നലെയൊക്കെ നീ ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലോ, ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ എന്തൊക്കെയാടാ പറയുന്നത്? വീണ്ടും അവൻ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലടാ, ഞാൻ പോയിട്ട് ജോലി ചെയ്യട്ടെ എന്നുള്ള കാര്യം പറയണേ. എന്താണ് ശ്രീകാന്ത് നിനക്ക് പറ്റിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, നമുക്കൊക്കെ പ്രധാനം ജോലി തന്നെയാണ്. വേറെ എന്തായാലും നമ്മുടെ കൂടെയുള്ളവർ നന്നായിട്ടില്ലെങ്കിൽ ഒരു കാര്യമില്ല. നീ എന്തൊക്കെയാടാ പറയുന്നുള്ള കാര്യം ചോദിക്കുമ്പോ, എന്തിനാ കല്യാണം കഴിച്ചെന്നുള്ള കാര്യം ഇപ്പൊ തോന്നുന്നു. അങ്ങനെ തോന്നാ ഇപ്പൊ എന്താ? ഒന്നുമില്ലടാ, നീയെങ്കിലും എന്നെ പോലെ ആവാതിരുന്നാ മതി. എന്തായാലും നീ വന്നത് ശ്രീകാന്ത് നന്നായി. ഇന്ന് ഓവർ ക്രൗഡഡ് ആണ്, നമുക്ക് വീട്ടിലേക്ക് പോകുമ്പോ സംസാരിക്കാന്ന് പറയുമ്പോ, ഏത് വീട്ടിലേക്ക്? അതെന്താടാ നിങ്ങൾ ചോദിച്ചത്? നിന്റെ വീട്ടിലേക്ക് പോകുമ്പോ എവിടെ പോകണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലടാ. ഞാനിനി എന്റെ വീട്ടിലേക്ക് പോകുന്നില്ല, ഇവിടെ എവിടെയെങ്കിലും തങ്ങുവാണ്. ഇവിടെയോ? എടാ, വീട്ടിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ. വൈഫിന്റെ ഒപ്പമാണോ അതോ ഫാമിലിയുടെ കൂടെയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, എല്ലാവരുമായിട്ട് നമ്മുടെ വീട്ടേഴ്സ് ഒക്കെ താമസിക്കുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, അവിടെ നിന്ന് ഉറങ്ങാം. ആ റൂം ചെറുതാനടാ, അത്ര വലിയ സൗകര്യമൊന്നുമില്ല. സൗകര്യമൊന്നും വേണ്ടടാ, സമാധാനം മതി എന്ന് പറഞ്ഞ് ശ്രീകാന്ത് പോവാണ് ജോലി ചെയ്യാൻ. അത് കഴിഞ്ഞ് ശ്രുതിയെ മീര വിളിക്കുന്നുണ്ട് കേട്ടോ. എവിടെയാടി എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, വീട്ടില് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പാർലറിൽ പോകാൻ വേണ്ടിട്ട്. നിന്നെ പോലെ ഇത്രയും ബാക്കിയുള്ളവരെ ഞാൻ ഇതുവരെ കണ്ടില്ല എന്ന് പറയുമ്പോ, ഞാനോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? നമ്മള് പ്ലാൻ ചെയ്തതിലൊന്നും സജ്ജി കുടുങ്ങിയില്ല. നിന്റെ അമ്മായിമ്മയുടെ കയ്യിൽ നിന്ന് നീ ശരിക്കും പെട്ടു എന്നുള്ള കാര്യം വിചാരിച്ചതാണ്. എന്നാൽ നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാൾ വലിയ പ്രശ്നം നടന്നില്ല. അതൊരു കണക്കിന് സന്തോഷമാണെടി. ചെറിയൊരു വെള്ളപ്പൊക്കം വരുന്ന വിചാരിച്ചത്, പക്ഷെ വലിയൊരു സുനാമി തന്നെ നടന്നു. എന്തായാലും നീ ഗ്രേറ്റ് എക്സ്കേപ്പ് ആയിടി. വീട്ടിൽ പോയതിനു ശേഷം പ്രശ്നമൊന്നുമില്ലല്ലോ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. സച്ചിയും രേവതിയുമാണ് എന്റെ ആന്റി ചീത്ത വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോ അവരെ വീട് വിട്ട് പോകാൻ വേണ്ടി വരെ പറഞ്ഞു. അപ്പൊ അവര് പോയോ എന്നുള്ള കാര്യം മീര ഭയങ്കര ആകാംക്ഷയോട് കൂടി ചോദിക്കുമ്പോ, ഞാനും വിചാരിച്ച ഒരു സെക്കൻഡ് അവര് പോകുന്നു. എന്നാൽ സച്ചിയാണെന്നുണ്ടെങ്കിൽ അങ്കിളിനെയും കൂട്ടിയിട്ട് പുറത്തു പോകുന്നു പറഞ്ഞു. അതില് ആന്റി ഓഫായി പോയി. നിന്റെ അച്ഛനെ കുറിച്ചൊന്നും ചോദിച്ചില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, ഇവിടെ നടന്ന പ്രശ്നത്തില് ആ കാര്യം മറന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറച്ചു നാളത്തേക്ക് അതിനെക്കുറിച്ച് ചോദിക്കും. വർഷയെ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരണം, അതിനെ കുറിച്ചിട്ടാണ് ആന്റി ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത്. ശരിയടി, നിന്റെ അച്ഛൻ വന്ന് ഫ്ലൈറ്റ് കയറി വരുന്നു എന്നൊക്കെ പറഞ്ഞ് ബിൽഡപ്പ് കൊടുത്തതല്ലേ? ഇനിയും നിന്റെ അച്ഛൻ ഫ്ലൈറ്റ് കയറിയിട്ട് ഇപ്പോഴും പറന്നുകൊണ്ടിരിക്കുകയാണോ എന്നുള്ള കാര്യം ചോദിച്ചാൽ എന്ത് ചെയ്യും? അത് കേൾക്കുമ്പോൾ ശ്രുതിക്കും ടെൻഷൻ ആവുന്നുണ്ട്. ആ സമയത്ത് എന്തെങ്കിലും ഐഡിയ തോന്നും, അപ്പൊ നോക്കിക്കോളാം. അപ്പോഴേക്ക് രേവതി വന്നിട്ട്, ശ്രുതി ഭക്ഷണം റെഡി ആയിട്ടുണ്ട്, വരാൻ വേണ്ടി പറയുന്നുണ്ട്. നിങ്ങൾ പോയിക്കോളൂ, ഞാൻ വരാം എന്ന് പറയാണ്. എടി, നീ പാർലറിലേക്ക് വാ, എനിക്ക് കുറച്ച് പണിയുണ്ട്, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് മീരയുടെ ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കാനുണ്ട് ചന്ദ്രമതിയെയും എല്ലാവരെയും. ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട്, എനിക്ക് വിശക്കുന്നില്ല, എന്റെ മനസ്സാകെ വേദനിച്ചിരിക്കുകയാണ്, നിങ്ങൾ എല്ലാവരും പോയിട്ട് സന്തോഷമായിട്ട് കഴിച്ചോളൂ. അമ്മേ, ഭക്ഷണം കഴിക്കാൻ വായെന്ന് രേവതി പറയുമ്പോഴേക്കും, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് കിട്ടും എന്റെ അടുത്ത്. കുഴന്തയെ നുള്ളി വിട്ടിട്ട് നീ തൊട്ടിലാട്ടുവാണ്. പോടി,
ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, നീ എന്തിനാ അവരുടെ തൊട്ടിലാട്ടാൻ വേണ്ടി പോകുന്നത്? അത്രയും വലിയ കുട്ടി ഉണ്ടാവുമ്പോൾ തൊട്ടിൽ പൊട്ടി താഴെ വീഴും. നീ കൂടുതൽ സംസാരിക്കാത്ത വാ. തുടർന്ന് രവി ചോദിക്കുന്നുണ്ട് കേട്ടോ, ചന്ദ്രയെ ഭക്ഷണം കഴിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. വേറെ എന്ത് പ്രശ്നമാണെങ്കിലും താനേ റെഡിയാവും. എന്നാൽ വയറിന്റെ പ്രശ്നം ഭക്ഷണം കഴിച്ചാൽ മാത്രമേ ശരിയാവും. നിന്റെ ദേഷ്യം ഭക്ഷണത്തിന്റെ മേലെ കാണിക്കണ്ട, വാ വാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയുടെ കൈ പിടിക്കുകയാണ് കേട്ടോ നമ്മുടെ രവി. അപ്പൊ എണീറ്റ് ചെല്ലുന്നുണ്ട്. അതിന്റെ പുറകെ തന്നെ ശ്രുതിയും ഭക്ഷണം കഴിക്കാൻ ചെല്ലുവാണ്. അങ്ങനെ ചെന്നിരിക്കുന്നുണ്ട്. രേവതി എല്ലാവർക്കും ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രമതിയുടെ ഇരിപ്പ് കാണുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിക്കുക, എനിക്ക് ദഹിക്കില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അച്ഛ, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എങ്ങനെ ദഹിക്കാന്ന് സച്ചി. രവിയേട്ട, ഞാൻ ഇവൻ ചെയ്ത കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നടന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ എന്റെ വയറ് എരിയുന്നുണ്ട്. ചന്ദ്രൻ, നീ അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കാണ്ട് ഭക്ഷണം കഴിക്കും. എനിക്ക് പറ്റുന്നില്ല. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴും എന്റെ കൺമുമ്പിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രമതി പറയുന്നതിനൊക്കെ ഓരോരോ കളിയാക്കുന്ന രീതിയിൽ സച്ചി മറുപടി കൊടുക്കുന്നുണ്ട്. എടാ, നീ എന്താണ് ചുമ്മാ അമ്മയെ കളിയാക്കുന്ന എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 10 രൂപ കൊടുത്തിട്ട് കളിയാക്കട്ടെ എന്നുള്ള കാര്യം ചോദിക്കണ്ടേ സച്ചി. എടാ, അവളിപ്പോ കഴിക്കാൻ വേണ്ടി വന്നിരുന്നതേ ഉള്ളൂ. നീ വെറുതെ ഓരോന്ന് പറയില്ലെന്ന് സച്ചിയുടെ അടുത്ത് രവി പറയാണേ. എല്ലാവരും കഴിക്കും, നീയും കഴിക്കും ചന്ദ്രയെന്ന് രവി. തുടർന്ന് ശ്രുതി പറയുന്നുണ്ട്, ആന്റി ഒന്നും ഫീൽ ചെയ്യില്ലേ, കഴിച്ച് കുറച്ചു നേരം റെസ്റ്റ് ചെയ്താൽ എല്ലാം ഓക്കെയോ? എവിടെ ശരിയാവാനാ? പോയ മാനം എങ്ങനെ തിരികെ വരാൻ? പോസ്റ്റലിൽ വരുന്ന സച്ചി. ഇവനെ പോലുള്ള ഒരുത്തനുള്ളിടത്ത് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. നാട്ടുകാരെല്ലാം നോക്കിയിട്ട് കളിയാക്കുന്ന അവസ്ഥയിൽ എത്തിച്ചു. എന്തായാലും നല്ല കാര്യം ശ്രുതി, ഇതെല്ലാം വന്ന് നിന്റെ അച്ഛൻ കണ്ടില്ലല്ലോ. ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ടെൻഷനാവാണേ. വീണ്ടും അച്ഛനെ കുറിച്ച് ചോദിക്കുമോ എന്നുള്ള ഒരു കാര്യം മനസ്സിൽ തോന്നുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇനിയും മറ്റൊരു ബന്ധുവിന്റെ മുമ്പിൽ നിന്ന് നാണം കിടുമായിരുന്നു. അവരും മനസ്സ് വിഷമിച്ചിട്ട് മലേഷ്യയിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടാവും. ഈ കുടുംബത്തെ കുറിച്ച് എന്താ വിചാരിക്കുക? മറ്റുള്ളവരെ മാതിരിയല്ലല്ലോ. 2 വലിയ വീട്ടിലെ മരുമകളെ ഞാൻ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതല്ലേ. ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, പൗഡർ എടുത്തിയെ മാത്രമാണ് അമ്മ കൂട്ടിക്കൊണ്ട് വന്നത്. വർഷയും ശ്രീകാന്തും ഓടിപ്പോയി കല്യാണം കഴിച്ചതാണ്. ഇപ്പോ അമ്മയുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ അമ്മയാണ് ഐഡിയ കൊടുത്തിട്ട് അവരെ ഓടി പറഞ്ഞു വെച്ചെന്നുള്ള കാര്യം തോന്നും. അവളെന്തോ ഒരു ഫ്ലോക്ക് പറഞ്ഞതാണെന്ന് രവി പറയുമ്പോ, സംസാരിക്കട്ടെ, അവനെല്ലാവരും നാണം കെടുത്തിയില്ലേ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട്. ഇനി പോവാൻ എന്താ ഉള്ളത്? ശ്രുതിയുടെ അച്ഛൻ വന്നായിരുന്നെങ്കിൽ അവരുടെ മുമ്പിൽ നമ്മുടെ മര്യാദ പോവുമായിരുന്നു. ആന്റി ഒന്നും ചിന്തിക്കാതെ ഫസ്റ്റ് ഭക്ഷണം കഴിക്കുക എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ, അല്ല ശ്രുതി, നിന്റെ അച്ഛൻ എവിടെ? അവരെന്താ ഇനിയും വരാത്തെ? ഇത് കേൾക്കുമ്പോൾ ശ്രുതി ആകെ ടെൻഷൻ ആവുകയാണേ. ശ്രുതിക്കൊന്നും മറുപടി പറയാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും ശ്രുതിയും ചോദിക്കുന്നുണ്ട്, അതെ അങ്കിൾ ഫ്ലൈറ്റ് കയറി എന്നല്ലേ പറഞ്ഞത്? ഈ സമയത്തിനകം എത്തേണ്ടതാണല്ലോ. ഇല്ല, അത് ഇതെന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോ ചന്ദ്രമതി ശ്രുതിയും കൂടി ഇറക്കി വിടും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാൻ സാധിക്കുന്നതാണ്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ കമന്റ് ചെയ്യണേ.